കുറച്ച് ദിവസം കൊണ്ട് പ്ലാൻ ചെയ്തൊരു യാത്ര ഇന്നങ്ങ് നടത്തി. കാട്ടിലമ്പലത്തിൽ പോവുകയാണ് ഞങ്ങൾ. കുഞ്ഞ് വണ്ടിയിലിരുന്ന് ഉറക്കമായിരുന്നു. ഞങ്ങൾ ചെന്ന സമയത്ത് ജങ്കാർ വന്ന് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ജങ്കാറിൽ കയറി അപ്പുറത്തെ കരയിലെത്തിയപ്പോഴത്തേക്ക് ആൾ എഴുന്നേറ്റിട്ടുണ്ട്. ആൾ സ്വന്തമായിട്ട് വണ്ടിയൊക്കെ ഓടിച്ചാണ് കേട്ടോ നടക്കുന്നത്. കാഴ്ചയൊക്കെ കണ്ട് നടക്കുന്നുണ്ട്. ആൾ വലിയ നിർബന്ധമൊന്നും എടുത്തില്ല. പിന്നെ ഞങ്ങളൊരു 9 മണിയൊക്കെ ആയി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം. അത് ഒത്തിരി നേരത്തെ ഒന്നും ഇറങ്ങുന്നില്ല. പിന്നെ മണി കെട്ടാനായിട്ട് രസീത് എഴുതിക്കാനായിട്ട് ഞാൻ നിന്നു. ചേട്ടനാണ് കുഞ്ഞിനായിട്ട് നിൽക്കുന്നത്. ഇതിൻ്റെ ക്യൂ നിൽക്കണമായിരുന്നു. ഒരാളത്ത് കയറുന്ന ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു അമ്പലത്തിൽ. ഞാനാണെങ്കിൽ ചേട്ടനോട് പറയാം, നമ്മൾ ചെന്ന് നിൽക്കുമ്പം തിരക്ക് കാണാം. അതിന് മുമ്പ് ക്യൂ ഒന്നും അധികമില്ലായിരുന്നു. അല്ലാതെ ആൾക്കാർ കയറുന്നുണ്ടായിരുന്നു. പിന്നെ അമ്പലത്തിനകത്ത് കയറി തൊഴുതിട്ട് വന്നപ്പോഴത്തേക്കൊക്കെയാണ് രസീത് എഴുതാൻ കൊടുത്തത്, മണിയുടെ നേർച്ച എഴുതാൻ കൊടുത്തതൊക്കെ വാങ്ങിച്ചത്. നേരത്തെ മണി നേർച്ചയൊക്കെ എഴുതുന്നിടത്ത് ഇങ്ങനെ കെട്ടിടമൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ ഓരോ കളറുള്ള ഇതിലും ഓരോ കെട്ടിടങ്ങൾ കളർ അനുസരിച്ച് കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ മണി വാങ്ങിച്ച് ഞാൻ കെട്ടാനായിട്ട് കയറിയപ്പോൾ ചേട്ടൻ പുറത്തുനിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ തന്നെ ഒരു 3-4 വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നല്ലൊരെണ്ണം നോക്കി ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചു. പിന്നെ ഞങ്ങൾ നേരെ മണിയൊക്കെ കെട്ടിയിട്ട് നേരെ കഞ്ഞി കുടിക്കാനായിട്ട് പോയി. അവിടെ നിന്ന് കുറേ നേരം കഞ്ഞി വാങ്ങിച്ചുകൊണ്ട് വരാൻ ചേട്ടൻ പോയതിനെ കാത്ത് അവിടെ ഇരുന്നു. ഞാൻ കഞ്ഞി വന്നപ്പോഴത്തേക്കും മോന് കഞ്ഞി വാരി കൊടുത്തു. എനിക്ക് സ്പൂണൊന്നും വേണ്ട, ഞാൻ കൈ കൊണ്ടാണ് വാരി കൊടുത്തത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കടലിലോട്ട് പോയി. കുറേ നേരം കടലിലെ കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ മീനൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കുറേ നേരം ചേട്ടൻ നോക്കിയിരുന്നു. വേണമെന്നൊക്കെ ചോദിച്ചത്. ഞാൻ പിന്നെ വേണ്ടാന്ന് പറഞ്ഞു. അയിലയായിരുന്നു അതങ്ങനെ കഴിക്കത്തില്ല, അതുകൊണ്ടാണ് പിന്നെ വേണ്ടാന്ന് വെച്ചത്. കൊച്ചുകൾ ഇങ്ങനെ കടലിൽ ഇച്ചിരി നേരം കാലമൊക്കെ നനയ്ക്കാന്നുള്ള പ്ലാനിങ്ങിലാണ് ചേട്ടൻ ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ പതുക്കെ ആളെ താഴോട്ട് നിർത്തി വെള്ളം ഒന്ന് കാലിൽ നനയ്ക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആൾ ഒരു തരത്തിൽ നിൽക്കത്തില്ല, പേടി, കരയാൻ തുടങ്ങി. ചേട്ടനെ അള്ളി പിടിച്ചിരിക്കുകയാണ്. വെള്ളം വന്ന് കുറച്ച് നേരം നിന്ന് തിരിഞ്ഞ് നോക്കിയിട്ട് പെട്ടെന്ന് ചാടി അങ്ങ് കയറി വെള്ളയ്ക്ക്. അപ്പോൾ ചേട്ടനെടുത്ത് അങ്ങനെ നിന്നപ്പോഴാണ് പെട്ടെന്നൊരു മഴ, ചെറിയ ചരൽമഴ തുടങ്ങിയതിൽ നല്ലപോലെ മഴ പെയ്തിട്ടുണ്ട്. അങ്ങനെ ചേട്ടൻ കുഞ്ഞിനായിട്ട് പെട്ടെന്നൊരു ടർക്കിയൊക്കെ തന്നിട്ട് ഓടി. ഞങ്ങളൊരു കടലിൽ ചെന്ന് നിന്ന് അവിടെ നിന്നുകൊണ്ട് മാങ്ങയൊക്കെ വാങ്ങിച്ച് കഴിച്ച് പിന്നെ നാരങ്ങ വെള്ളം കുടിച്ച് തിരിച്ച് പോകാനായിട്ട് ജങ്കാറിൽ കയറാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ മഴ നല്ലപോലെ പെയ്തുന്നേ വരുന്നു. കുഞ്ഞിൻ്റെ ഒരു തൊപ്പി അവിടെ നിന്ന് വാങ്ങിച്ചു. അപ്പോൾ അവൻ എൻ്റെ കയ്യിൽ വരാനുള്ള നിർബന്ധമാണ് കേട്ടോ കാണിക്കുന്നത്. ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ നിർബന്ധമൊക്കെ മാറി. പിന്നെ വണ്ടിയിൽ കയറിയപ്പോഴത്തേക്ക് ആൾ ഉറക്കമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റ, ബൈ ബൈ.